അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു എൻഗേജ്മെൻറ്റിൻ്റെ പരിപാടിയിലാണ്. ചെറിയൊരു പരിപാടി കേട്ടോ. എൻ്റെ അമ്മായിൻ്റെ വീട്ടിലാണ്, അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് പുതിയൻ്റെ ഉപ്പ, ഇതാണ് പുതിയന്നെ കേട്ടോ. ഇവളെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ ചെറിയ പരിപാടിയാണ്, ആരും ഇല്ല, ഒരു വീട്ടുകാരും നമ്മളും മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നവരൊരു 10-20 ആളും ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൻ്റെ ആങ്ങളക്കുട്ടി അത് അതിന് പാട്ട് പാടും. തിളങ്ങുന്നോട്ടിൽ കടങ്കൊണ്ട കാട്ടിൽ കടിഞ്ഞാണ് കൂട്ടി നറുക്കിട്ട് കൂട്ടി തിരുമു പാതിരക തിരിഞ്ഞ താരടിഞ്ഞ ഞെറിഞ്ഞ നാൾ വയറ് എറിഞ്ഞ നൂരിഞ്ഞ കടഞ്ഞുറഞ്ഞു മറിഞ്ഞ പല പകല് ലടിച്ചു തളിച്ചു പിടിച്ചു തിരുമു പാതിരക തിരിഞ്ഞ താരടിഞ്ഞ ഞെറിഞ്ഞ നാൾ വയറ് എറിഞ്ഞ നൂരിഞ്ഞ കടഞ്ഞുറഞ്ഞു മറിഞ്ഞ പല പകല് വിരവും ലടിച്ചു തളിച്ചു പിടിച്ചു വെച്ചേ. അപ്പോൾ ഇതാണ് തറവാട്. അമ്മായിൻ്റെ തറവാട്ടിൽ നിന്ന് വെച്ചിട്ടാണ് മൂന്നാമത്തെ മോൻ്റെ കുട്ടീൻ്റെയാണ് മൂന്നാമത്തെ മോൻ്റെ കുട്ടീൻ്റെയാണ് എൻഗേജ്മെൻറ്റ് കേട്ടോ. അപ്പോൾ അമ്മായിയും മരുമകനും അത് അമ്മായിൻ്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അളാപ്പാൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ തറവാട്ടിൽ നിന്ന് വെച്ചിട്ട് മുട്ടായി കൊടുക്കലും പിന്നെ ഭക്ഷണം പിന്നെ അവിടെ വീട്ടിൽ വെച്ചിട്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് കുട്ടീൻ്റെ വീട് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് പരിപാടി വയ്ക്കണം. ഭക്ഷണം അവിടെ മുറ്റത്ത് പന്തലിട്ടിട്ടുണ്ട്, അവിടെ വെച്ചിട്ട് ചെയ്യുക വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പുതിയൊന്നും ബാറ്റുകളും അഞ്ചത്തുകളും എല്ലാവരും കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറഞ്ഞ ആൾക്കാരെ പരിപാടിയാണ്. നമ്മളൊരു പെൺകുട്ടീനെ കെട്ടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ കൊള്ളാമെന്നുള്ളൊരു ഉറപ്പൊന്നും അരിയൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി. വലിയ ആഘോഷവും ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു എൻഗേജ്മെൻറ്റ് കേട്ടോ. അവരും തന്നെ വരുന്നവർ 10-20 ആളേ ഉള്ളൂ, അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അവർ വരുന്നുണ്ട് കേട്ടോ. അവർ വരാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. നമുക്കതൊന്ന് കാണാം. ഇപ്പോൾ തന്നെ ഒരുവിധം മുട്ടായികൾക്ക് തന്നെ ഒരു കല്യാണത്തിന് സമമാണ്. അത്രയും ആളുണ്ടാവും, ആർഭാടങ്ങളും എല്ലാതും കൂടെ. ഇത് നമ്മൾ പണ്ടത്തെ ഇഷ്ടത്തിൽ കൂടെ കേട്ടോ. നല്ല ഒരു ഒതുങ്ങിയ ഒരു ചെറിയൊരു പരിപാടി, വലിയ ആർഭാടങ്ങളും ആഘോഷങ്ങളൊന്നും ഇല്ലാത്തൊരു പരിപാടി കേട്ടോ. എന്തായാലും കല്യാണം നല്ലപോലെ റാഹത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാണ് മുട്ടായി കൊടുക്കലിന് വരുന്ന പുതിയാപ്പിളിൻ്റെ ആൾക്കാർ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവരെ അകത്തേക്ക് ക്ഷണിക്കാം. അവരെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇവർ കൂടുന്ന എന്താ വെച്ചാൽ ഇടുന്നൊക്കെ ഒന്ന് കാണല്ലേ. അപ്പം അങ്ങനെയല്ലേ പുതിയാപ്പിളി ആൾക്കാർ കേട്ടോ. അപ്പം വന്നത് ഇതാണ് പുതിയാപ്പിള കയറുന്നത് കേട്ടോ. ആദ്യം കയറുന്ന ആളാണ് പുതിയാപ്പിള. അപ്പോൾ അവിടെ എല്ലാവരും ഡൈനിങ് ഹാൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജ്യൂസ് കുടിക്കണ തിരക്കിലാട്ടോ. അപ്പോൾ നമ്മളെ പുതിയണ്ണ് ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയണ്ണ് ഭയങ്കര കുറവ്. പുതിയാപ്പിളിനെ മുട്ടായി കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയാപ്പിൾക്ക് അതിനെക്കാളും വലിയ കുറവ്. നമുക്ക് ഏതായാലും പുതിയാപ്പിളിനെ നേരിട്ടൊന്ന് കാണല്ലേ. ഇതാണ് പുതിയാപ്പിള കേട്ടോ. അപ്പോൾ രണ്ടാളെയും കൂടെ എൻഗേജ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഉറപ്പൊന്നും അറിയല്ലേ ഇത് ഈ പരിപാടി. പുതിയാപ്പിൾക്ക് അവിടെ നിന്നിട്ട് മതിയിലേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പുതിയാപ്പിള പൊക്ക കൊടുത്ത് പോയിട്ടോ. എന്തായാലും കൂടെയുള്ള ആരാന്നറിയില്ല, നാത്തൂന്മാരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ.
വലിയതൊന്നും ഇല്ല കേട്ടോ. ഇതാ ഇനിയും വരുന്നതാണ് പുതിയാപ്പിളിൻ്റെ അമ്മ കേട്ടോ. ഈ പച്ച ഡ്രസ്സ് ഇട്ടാണ് പുതിയാപ്പിളിൻ്റെ അമ്മ. അപ്പോൾ അവരൊരു കൈച്ചേനും മോതിരം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അമ്മായിമ്മ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പഠിച്ചോന് വരെ ഇതുപോലെ തന്നെ ഈ സന്തോഷം പോലെ തന്നെ മരണം വരെ ഇനി കല്യാണം കഴിയാനും മരണം വരെ ജീവിക്കാനും ഒക്കെ പഠിച്ചോൻ തോഫീക്ക് നൽകട്ടെ കേട്ടോ. നമുക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ലൊരു ജീവിതത്തിക്ക് അവരായി കെട്ടട്ടെ. അപ്പോൾ ഒരു വാച്ച് അവർ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടായികളൊന്നും എല്ലാം ഇല്ല കേട്ടോ. ഒരു പെട്ടി മുട്ടായി അവർ കൊണ്ടുവന്നു. പിന്നെ പൊക്കിയിലും പിന്നെ 3 ഡ്രസ്സിൻ്റെ കവറുകളാട്ടോ അതൊക്കെ. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ടൈമായി. അപ്പം ഞങ്ങൾ പോട്ടെ വെച്ചിട്ടുള്ള ഇതിലാണ്. അങ്ങനെ നമ്മൾ നടുലങ്ങാടി AAK മാളിലേക്ക് വന്നതാട്ടോ. അപ്പോൾ ഓണായിട്ട് ഇവിടെ കയറുന്നിടത്ത് തന്നെ നല്ല ഉഷാറുണ്ടല്ലേ. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ എന്നിട്ട് AAK മാളിലേക്ക് പോകുക കേട്ടോ. ഇവിടെ 5ാം വാർഷികമാണെന്ന് തോന്നുന്നത്. 5 എഴുതി. പിന്നെ ചെരുപ്പൊക്കെ ഇവിടെ ഇങ്ങനെ ആണുങ്ങളതും പെണ്ണുങ്ങളതും ഒക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ദിവസമുണ്ട്. വഞ്ചിക്കാരനും ഒക്കെ ഉണ്ട് ഇവിടെ. മാവേലിയും ഒക്കെ ഇരിക്കുന്നുണ്ട്. നല്ല ഓഫറൊക്കെ ഉണ്ട് ഇന്ന്. പിന്നെ ഗ്യാസ് അടുപ്പും പിന്നെ നോൺസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും മിക്സും എല്ലാതും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പലതും ഓഫറുണ്ട്. അപ്പം ഇങ്ങനെ വന്നു നോക്കിയതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവരോട് ചോദിച്ചപ്പോൾ അവരിപ്പോൾ പറയാണ് നല്ല വില ഉണ്ട് കേട്ടോ. ആദ്യം ഇപ്പോൾ എന്താ 3000 ചില്ലറ ഉറുപ്പ്യയുള്ളൂ എന്നാണ് പറയണത് ഇതിന്. ഈ ഓഫറിൻ്റെ അതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തെടുക്കാനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. അത് 2 കൊല്ലത്തെ വാറൻറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ സൗണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഭയങ്കര പാട്ടും മ്യൂസിക്കൊക്കെ അവരിങ്ങനെ സബ്ബിലിട്ടിട്ടേ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ 3199 ഉറുപ്പ്യാണ് ഇതിന് ഇപ്പോഴത്തെ റേറ്റ്. ഇത് നല്ല റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. 2 കൊല്ലം വാറൻറ്റി ഉണ്ട്. അതിലിടയ്ക്ക് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വന്ന് നന്നാക്കി തരും. ഞങ്ങൾ വാഷിംഗ് മെഷീൻ്റെ അടുത്തും പോയി നോക്കി കേട്ടോ. വാഷിംഗ് മെഷീൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 8.5 ലിറ്ററിൻ്റെ വാഷിംഗ് മെഷീന് 9999 ഉറുപ്പ്യ, 10 ഉറുപ്പ്യ തന്നെ. പക്ഷേ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളൊന്നും വലിയ വലിപ്പം പോരാ. നമുക്ക് ഒന്നാമത്തെ പുതപ്പിട്ട് തിരുമ്പണം എന്നുള്ള ആഗ്രഹത്തിനാണല്ലോ ഒന്നാമത്തെ നമ്മളത് ഉപയോഗിക്കുക. പക്ഷേ ഒരു പുതപ്പിട്ടാൽ തന്നെ അതൊന്നും അറിയും എന്താണ് 8 പറയുന്നുണ്ട്. എനിക്ക് 8 അതൊന്നും തോന്നണില്ല. കണ്ടിട്ട് ഉണക്കണത് നോക്കിയപ്പോൾ അത്രയും വലിപ്പമില്ല കേട്ടോ. പിന്നെ വാങ്ങിയില്ല. ഇനി മറ്റേത് എന്തെങ്കിലും നമ്മളിനി അടുക്കളയ്ക്ക് എന്തെങ്കിലും പറ്റിയ സാധനങ്ങളുണ്ടോ വെച്ചിട്ട് നമ്മളൊന്ന് പോയി വെക്കാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ 8 കൂടുതലുള്ള അവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. ഞാനൊരു 9 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പിളി പുതപ്പൊക്കെ തിരുമ്പാൻ പറ്റിയതാണെങ്കിൽ വാങ്ങാലോ വെച്ചിട്ടാണ് നോക്കിയത്. പക്ഷേ അതവിടെ ഇല്ലയെന്നാണ് പറഞ്ഞത്. മിക്സിയൊക്കെ ഇതാ ഉഷൻ്റെ നല്ല ഓഫർ ഉണ്ടെന്നാണ് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഓണത്തിന് നല്ല ഓഫറാട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മൾ അടുക്കളയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാമല്ലോ വെച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ. അപ്പോൾ പൊട്ടുകടല ഞാൻ കുറേ ദിവസം ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ. നമുക്ക് ചട്നിയിൽ ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടല ഇട്ട് ചട്നി അരച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് പൊട്ടുകടല എടുത്തു. പിന്നെ തക്കാളിക്ക് ഓഫറുണ്ട്, വെല്ലുള്ളിക്ക് ഓഫറുണ്ട്. അവിടെ ആഴ്ചക്ക് ഉണ്ടാകണമാണ്. അപ്പോൾ അതിന് കുറച്ച് തക്കാളിയും വെല്ലുള്ളിയൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് മത്തന്, കുമ്മട്ടി ഇങ്ങനെയൊക്കെ അതും ഇതൊക്കെ കാണുന്നൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ. അതൊക്കെ എടുത്തിട്ട് നമ്മൾ ബില്ലാക്കി നമ്മളിനി പുറത്തേക്ക് പോകുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ റബീഉൽ അവ്വലല്ലേ, പള്ളിയും മദ്രസും ഒക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആരെയും ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.